കളിക്കവളയിൽ ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ ഈ കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒരു സർവീസ് സെന്ററിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനു, ഈ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാന പങ്ക് ഉണ്ട് എന്ന് കരുതുന്ന സുനിൽകുമാറിനായിട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് പാറശാലയിൽ നിന്നും പോലീസ് ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന കാർ കസ്റ്റഡിയിലെടുത്തത്. പാറശാലയിൽ ഒരു സർവീസ് സെന്ററിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. ഇത് സർവീസ് സെന്റർ ഉടമയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും അന്വേഷണം തമിഴ്നാട് പോലീസും കേരള പോലീസും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 1ഉം 2ഉം പ്രതികളായ സജികുമാറിനെയും ഒപ്പം തന്നെ പ്രദീപ് ചന്ദ്രനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. അതിനുള്ള അപേക്ഷ നൽകും. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ കൂടുതൽ ദുരൂഹതകൾ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് നിലവിലുള്ളത്. ഇതിനെല്ലാം പുറമെ ഈ സുനിൽകുമാറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്ന കടമ്പയും പോലീസിന് മുന്നിലുണ്ട്. കാരണം ഇതൊരു വലിയ ദുരൂഹതയായി ഏതായാലും ഈ പ്രതികൾ സഞ്ചരിച്ച കാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സർവീസ് സെന്ററിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളാണ് വിജിൻ നൽകിയത്.